ബഷീറ ഫാറൂഖ്. ഇന്ന് നമ്മളൊരു അടിപൊളി ചെണ്ടുമല്ലി തോട്ടത്തിലാണുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു പക്ഷേ ഗുണ്ടൽപേട്ടിലൊക്കെ നമ്മൾ ടൂർ പോയതാണെന്നുള്ളത്. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ അടുത്ത് തന്നെ വളാഞ്ചേരിയിൽ പൂക്കാട്ടിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഇവിടെ പഞ്ചായത്തിൻ്റെ കീഴിൽ പൂവിളി കൃഷി പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഒരു തോട്ടമാണ്. അത്യാവശ്യം ഒരു ഏക്കർ സ്ഥലത്താണ് ഇത് ഇരിക്കുന്നത്. രണ്ട് കളറിൽ ഈ രണ്ട് കളറിലിരിക്കുന്ന ചെണ്ടുമല്ലിയാണ്. അത് നല്ല സൈസിലുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇന്നലെ ആയിരുന്നു. എന്നാലും ഒരു റൗണ്ട് ഫുള്ള് വിളവെടുത്ത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത് കേട്ടോ. എങ്കിലും അത്യാവശ്യം ഫ്ലവേഴ്സ് ഇതിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് കണ്ടിട്ട് പിന്നെ ഇത്രയും സക്സസ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു കൃഷി ചെയ്തതെന്നും അതുപോലെ ഈ ചെടിക്ക് കൊടുത്തിരിക്കുന്ന വളവും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ പറിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോവാ? പഞ്ചായത്തിൽ വെക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആരെങ്കിലും വേണ്ട ഒരു ആവശ്യക്കാരും ഓണത്തിന് വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ വളാഞ്ചേരി കൊണ്ടുപോകും, എവിടെയും കൊണ്ടുപോയി വിൽക്കുന്നുണ്ടാവും അല്ലേ? ഇതിപ്പോ ഇന്നലെ ഉണ്ടായില്ലേ? ഇന്നലെ ഉദ്ഘാടനം. ഓക്കെ, ഇന്നലെ ഒരുപാട് പറിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? ഇന്നലെ 1.5 കിൻഡലോളം കൊണ്ടുപോയി. ഇന്നിപ്പോ നിങ്ങൾ രാവിലെ തുടങ്ങിയതാ? ഇല്ല, ഇപ്പൊ ഞങ്ങൾ 2:30-ക്ക് ശേഷം തുടങ്ങിയത്. ഇന്നിപ്പോ ഇതിപ്പോ പറിച്ചു കൂട്ടിയവിടെ പഞ്ചായത്തിൽ ഉണ്ടാവൂല്ലേ? കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ മഞ്ഞ മാത്രമുള്ളൂ, ഓറഞ്ചൊക്കെ അപ്പുറത്ത്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് വത്സല. കാണുന്നത് ഇവിടുത്തെ പഞ്ചായത്തിലെ മെമ്പറാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഇവിടെ ഈ കൃഷി ചെയ്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. സാർ, എന്താണ് ഇതിന് വളമൊക്കെ ചെയ്തിട്ടുള്ളത്? പുതിയൊരു അറിവാണല്ലോ. അതെന്തുകൊണ്ട് വെച്ചാൽ സാധാരണ നമ്മൾ ചെടികൾ വെക്കുമ്പോൾ എന്ത് ചെടി വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒറ്റ കൊമ്പായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് 2-3 പൂവാണ് നമുക്ക് ഉണ്ടാവുക. 2-3 പൂവുകളെ കിട്ടുകയുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഈ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഇതളുകളായിട്ട് നമുക്ക് മാറിക്കഴിഞ്ഞു. ചില്ലകൾ കൂടുതലായിട്ട് കണ്ടോ, ഒരു മരത്തിൽ തന്നെ ഒരു 50ഓളം പൂവുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ അത്രയും ചില്ലകൾ വെട്ടി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. കട്ട് ചെയ്ത ഉടനെ തന്നെ അതിനൊരു മരുന്ന് കൊടുക്കാനുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ പുഴുക്കേട് വരും, മറ്റുള്ള കാര്യങ്ങൾ വന്നിട്ട് നശിച്ചു പോകും. അപ്പോൾ നമുക്കിതിനെല്ലാം പ്രചോദനമായിട്ട് നമ്മളെ കൂടെ നിന്ന് ഞങ്ങളെ കൃഷി ഓഫീസറാണ് വിഷ്ണു നമ്പൂതിരി എന്ന് പറയുന്ന ഒരു കൃഷി ഓഫീസറാണ് ഞങ്ങളെ കൃഷി ഓഫീസർ. അതിനുശേഷം മൊട്ടും കൂടുതൽ പൂവും വിരിയുന്നതിന് വേണ്ടിയിട്ട് ഒരു മരുന്ന് കൊടുക്കാനുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണ് ഈ തൈ ഇറക്കിയിട്ടുള്ളത്. ഇതൊരു ഇനം ഹൈബ്രിഡ് തൈയാണ്. നമ്മളെ തൈകൾ വെച്ചതാണ്. ബാംഗ്ലൂരിൽ നിന്ന് 3000 തൈ കൊണ്ടുവന്നാണ്. നമ്മളെ നാടൻ മല്ലിക, ജണ്ടുമല്ലി എല്ലാം ഇത്. അതിനുശേഷം നമ്മൾ വീണ്ടും യൂറിയ വളം കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുത്തതിന് ശേഷമാണ് പൂക്കൾ കിട്ടുന്നത്. 2 മാസത്തിനുള്ളിലാണ് നമ്മൾ ഈ കൃഷി വിളവെടുപ്പ് കംപ്ലീറ്റ് ആയത്. ഓക്കെ, ഇപ്പം ഇതിൽ സീഡ് കിട്ടുന്ന ഒരു ഇനം തന്നെയാണോ? അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? സീഡ് കിട്ടുന്ന കാര്യത്തിൽ ഇപ്പം ഞാനിതുപോലെ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അത് ഒരെണ്ണം പോലെ സീഡ് ഉണ്ടായിരുന്നില്ല.
കാരണം ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ടായിരിക്കും അല്ലേ. നാടൻ മല്ലിയല്ല. നാടൻ മല്ലികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സീഡ് കിട്ടും. ഇതിന് ചെടി തന്നെ കിട്ടണം. അത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഏകദേശം എത്ര രൂപ ആയിട്ടുണ്ടാവും നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്? 1 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് പദ്ധതി ഉള്ളത്. നമ്മള് മാക്സിമം ഞങ്ങൾക്ക് അതിന്റെ ഒരു പകുതി കാശൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ഫസ്റ്റിലൊരു പദ്ധതി നടപ്പിലാക്കിയതാണ് ഇവിടെ. പിന്നെ ഈ പൂക്കളുടെ ഭംഗി ആസ്വദിക്കുന്നതിന്റെ ഇടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കല്ലേ. അപ്പോൾ ഇതാ ഓണക്കാലമായതോടെ ഈ പൂക്കൾക്കൊക്കെ വിപണിയിൽ ഇഷ്ടം പോലെ ആവശ്യക്കാരാണ്. പിന്നെ നമുക്ക് റീറ്റെയിൽ ആയിട്ടൊക്കെ ഇവിടെ ചെറിയ ചെറിയ തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ വന്ന് ഇഷ്ടം പോലെ പൂക്കൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ പൂക്കളുടെ സൈസ് തന്നെ എടുത്തു പറയേണ്ടതാണ്. നല്ല സൈസിലുള്ള പൂക്കളായതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഇഷ്ടം പോലെയാണ്. അതുകൂടാതെ ഒത്തിരി കാഴ്ചക്കാർ ഇവിടെ വരുന്നുണ്ട്. വീഡിയോസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ അടുത്തുള്ളവരും ദൂരെയുള്ളവരൊക്കെ ആയിട്ട് ഇത് കേട്ടറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തുന്നുണ്ട്. പൊതുവെ നമ്മൾ ഇങ്ങനെ പൂക്കളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഇത്തവണ നമ്മളെ നാട്ടിൽ നടത്തിയ ഈ ഒരു പഞ്ചായത്തുകളുടെ കീഴിൽ നടത്തിയ ഈ ഒരു പൂവിളി കൃഷി പദ്ധതി വളരെ വിജയകരമായിട്ട് നമുക്കൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു സംരംഭം, ഏറ്റവും നല്ലൊരു പദ്ധതിയായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. കാരണം നമ്മളെ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് സക്സസ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ നാടിന് അതൊരു വൻ വിജയം തന്നെ ആയിരിക്കും. ഇവിടം ഒരു സ്വർഗമാണ് എന്ന് പറയുക മാത്രമല്ല, അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. നമ്മൾക്ക് പറ്റുന്ന പല കാര്യങ്ങളും മറ്റു നാടുകളെ, മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വയം നമ്മളെ നാട്ടിൽ നടപ്പിലാക്കി വിജയം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാടിന് അത് വളരെ വലിയൊരു ഉയർച്ച തന്നെയായിരിക്കും. അയ്യൂബ് സാറ് പറഞ്ഞതുപോലെ കണ്ടില്ലേ, ഈ ഒരു ചെടിയുടെ ഈ ഒരു അടിഭാഗം കട്ട് ചെയ്തതാണ്. അപ്പോൾ ആ കട്ട് ചെയ്തത് കാരണമാണ് ഇത്രയും സ്റ്റെംസ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഒരു ചെടിയിൽ തന്നെ 50-ലേറെ പൂക്കൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 2 തവണ ഇതിൽ പൂക്കൾ പറിച്ചതിന് ശേഷമുള്ള അവസ്ഥയാണിത്. അപ്പോൾ നല്ല സൈസിലുള്ള വലിയ പൂക്കളാണ് ഫസ്റ്റ്ലി ഇവർ ഇതിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ചെടി, ഒരു ഹൈബ്രിഡ് ഇനം ചെടികൾ നമുക്ക് വിത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പണിയാണ്. അതുകൊണ്ട് തന്നെ അത് തൈകൾ വെച്ചിട്ട് നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്തിട്ട് അതിന് വേണ്ട വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇഷ്ടംപോലെ പൂക്കൾ നമുക്ക് വീട്ടുവളപ്പിൽ ഉണ്ടാക്കിയെടുക്കാം.